ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോ റമദാൻ 14 വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് നോമ്പാകുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകി ഉണങ്ങിയതൊക്കെ ഒന്ന് അതിൻ്റെതായിട്ടുള്ള സ്ഥലത്തേക്ക് എടുത്തു വെക്കാന് ഞാൻ പാത്രങ്ങൾ കഴുകി വെക്കുന്നത് അങ്ങനെ അത് നല്ലോണം ഉണക്കിയിട്ട് എടുത്തു വെക്കും. പിന്നെ ആവശ്യമുള്ളത് അങ്ങനെ എടുക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഇന്നും ആവശ്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ പുറത്തിങ്ങനെ ഇടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ വേഗം തന്നെ മുറ്റൊക്കെ അടിച്ചിടാണ്. അപ്പൊ എങ്ങനെ ആയാലും പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്ത് നന്നായിട്ട് കാടുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മള് ഇവിടെ ഉണ്ടായതാണ് കേട്ടോ പാഷൻ ഫ്രൂട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയതാണ്. വയലറ്റ് കളറാണ് കേട്ടോ. ഇതിന്റെ മുമ്പ് 2 ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മള് പറിച്ചെടുത്തിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാന്. അപ്പൊ പിന്നെ നമ്മള് നല്ല അടിപൊളി ചെടിയുടെ മേലെ കൂടാണ് അത് പടർന്നിട്ടുള്ളത്. അപ്പൊ അവര് ഇത് നോക്കാത്തത് കാരണം അതിന്റെ ഒരു ടേസ്റ്റ് ഓർത്തിട്ടാണ്. പിന്നെ നല്ലതാണല്ലോ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതവിടെ പടരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ്. ഈ പാഷൻ ഫ്രൂട്ടുള്ള ചെടി വേഗം തന്നെ നാശമായി പോവും, അത് പടരുന്ന ചെടീനെ നശിപ്പിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് പിന്നെ നല്ലൊരു സാധനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തിയതാണ്. ഇനിയിപ്പം നമ്മളെ ചെടിക്ക് എന്തെങ്കിലും ദോഷം വരികയാണെങ്കിൽ അത് അവിടുന്ന് കളയുകയും ചെയ്യണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ദാ നമ്മൾ മുട്ടടിയൊക്കെ കഴിഞ്ഞ് ചെടിയൊക്കെ ഒന്ന് നനച്ച് കഴിഞ്ഞതിന് ശേഷം സിറ്റ് ഔട്ടും തുടച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഹോം മെയ്ഡ് ഷവർമയാണ് കേട്ടോ അനിയനും ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വലിയുള്ളി ചതച്ചതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ വീതം എരിവുള്ള മുളക് പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനുള്ള സോസ് ഉണ്ടാക്കണം. ഇത് നൗഷാക്ക് സൗദിയിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഈ ഒരു മയോണൈസ് റെഡിമെയ്ഡാണ്. അപ്പോൾ പിന്നെ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനുള്ള സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മയോണൈസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മളെ എരിവിനനുസരിച്ച് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കെച്ചപ്പ് വേണം. ഒരു 2-3 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടീസ്പൂണാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ലതാണ് കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ വാങ്ങുന്ന അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് പേടിക്കാതെ കഴിക്കുകയും ചെയ്യാമല്ലോ, നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ. പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആക്കി കൊടുത്ത് 1 മൂടി വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തിയൊക്കെ ആക്കിയതിന് ശേഷമാണല്ലോ നമ്മൾ കുബൂസ് ആണെങ്കിൽ കുബൂസ്, ഇനി റുമാലി റൊട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും വേണം കേട്ടോ. സവാള അരിഞ്ഞതും കൂടി നമ്മൾ ഈ റോളിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ റോളിലേക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം ഒന്ന് ഒരുക്കി വെച്ചിട്ട് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിയാൽ പെട്ടെന്നാവും കേട്ടോ. അങ്ങനെയാണെങ്കിൽ എല്ലാം നമുക്ക് പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാമല്ലോ. ഓരോ സാധനങ്ങളും റെഡിയാക്കി ഓരോ ബൗളിലാക്കി വെക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കാബേജാണ്. കാബേജ് ഇല്ല, നമുക്ക് കസ്സാണ് വേണ്ടത്. പക്ഷെ കസ്സില്ലാത്തതുകൊണ്ട് കാബേജാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കാബേജ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ വെന്ത് വരണം, കടിക്കുകയും വേണം. അങ്ങനത്തെ രീതിയിലൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതും കൂടി അങ്ങനെ ആക്കിയതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ ഒന്ന് ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കണം. കാരണം അത്യാവശ്യം വേവണമല്ലോ, പിന്നെ നമ്മൾ വേവിക്കുന്നൊന്നുമില്ലല്ലോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചും കൂടി വേവിക്കുകയാണ്. നമ്മളെ ചിക്കൻ അപ്പുറത്ത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ജ്യൂസിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വിനാഗിരിയിലും മഞ്ഞപ്പൊടിയിലും ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ
റെഡിയാക്കി വെക്കും കേട്ടോ. അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് മുന്തിരി ആണെങ്കിൽ മുന്തിരി എന്താണോ ജ്യൂസ് അടിക്കുന്നത് നമുക്ക് കഴിക്കാൻ എന്താന്നൊക്കെ രാവിലെ തന്നെ തീരുമാനിച്ച് റെഡിയാക്കി അതൊക്കെ വെള്ളത്തിലിട്ടേക്കേണ്ടതാണെങ്കിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കും. പിന്നെ ഇതാ ഞാൻ റുമാലി റൊട്ടി ഉണ്ടാക്കി അതിലേക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാണ്. നമ്മൾ റോളിന് വേണ്ടിയിട്ട് ആദ്യം കാബേജ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് സവാള റൗണ്ടിൽ അരിഞ്ഞതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കനാണ് അതിലേക്ക് നിരത്തി കൊടുക്കുന്നത്. പിന്നെ കുറച്ചും കൂടി മയോണൈസ് ആക്കി കൊടുക്കുക. മേലെ നമ്മൾ ആക്കിയ മിക്സ് ഇല്ല നേരത്തെ, അതും കൂടി ആക്കി കൊടുത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഒരു പാന് അടുപ്പത്തേക്ക് വെക്കുക. ഞാനൊരു ഗ്രിൽ പാനാണ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് ഒരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിരുന്നു, ഇതിൽ വിട്ടിട്ടില്ല, സോറി. അപ്പോൾ ബട്ടർ പേപ്പറിലും കൂടി ഒന്ന് പൊതിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. എന്തായാലും ഇത് വാങ്ങിയ ഷവർമല്ല എന്ന് ഒരിക്കലും പറയൂല, കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.